അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 8:30. നമ്മൾ ഈ രാവിലെ തന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? വാ കാണിച്ചു തരാം. നമ്മൾ രാവിലെ തന്നെ പോകുന്നത് നമ്മുടെ കൊല്ലംകാരുടെ മരുന്ന് ബീഫ് കഴിക്കാനായിട്ടാണ്. നമ്മൾ ചെന്നപ്പോൾ തന്നെ തെല്ല് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ചെന്നപ്പോൾ നമ്മുടെ സുധാകരൻ ചേട്ടൻ അവിടെ പൊറോട്ടയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ മരുന്ന് ബീഫ് കഴിക്കാനായിട്ട് എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നതെന്ന് ഒരു ഐഡിയയും ഇല്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ. പൊറോട്ട എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ചേട്ടൻ പരിപാടി തുടങ്ങത്തുള്ളൂ. അങ്ങനെ ചേട്ടൻ അവിടെ പരിപാടി തുടങ്ങി. നമ്മുടെ പൊറോട്ടയൊക്കെ ചുട്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് സമയം 10 മണിയാവാനായിട്ട് നമുക്ക് സാധനം കിട്ടാതെ നമ്മൾ കാറിൽ വന്നൊന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് അവിടെ ക്യൂ നിൽക്കാൻ ആളുണ്ടേ. അങ്ങനെ ആൾ നിൽക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടൂല. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് അതിസാഹസികമായി നമ്മുടെ കണ്ണൻ അവിടെ ക്യൂ നിൽക്കുകയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ സാധനം പുള്ളി എടുത്തു തുടങ്ങി. അതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്ത് കാണാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം മങ്ങാട് ഗവൺമെൻറ് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ്. അങ്ങനെ സാധനം നമുക്ക് അറ്റ്ലാസ്റ്റ് കിട്ടി. അങ്ങനെ അതുമായിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ എന്താണ് ഇത്രയും ഹൈപ്പ് എന്ന സാധനം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമ്മളിങ്ങനെ തുറക്കുമ്പോൾ നമുക്ക്. അപ്പോൾ പുള്ളി നമ്മുടെ പൊറോട്ടയ്ക്ക് ഉള്ളിലേക്കാണ് ആ ബീഫ് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും പൊറോട്ടയെ പറ്റി പറയാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ബീഫ്, ആ മരുന്ന് ബീഫ് എന്ന് പറയുന്ന സംഭവം അത് പുള്ളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ എന്തെല്ലോ പൊടിക്കൈകൾ അതിലുണ്ടെന്ന് നമുക്കത് കഴിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ശരി, ബൈ.